നമസ്കാരം, ഷാഫി ദ വാട്സപ്പ് എക്സ്പേർട്ട്. ഡയറക്റ്റ് ടു കസ്റ്റമർ അല്ലെങ്കിൽ D2C ബ്രാൻഡ്സ് ഇന്ന് അഭിമുഖീകരിക്കുന്ന കുറേ പ്രശ്നങ്ങളും അവയ്ക്കുള്ള സൊല്യൂഷൻസും, എസ്പെഷ്യലി വാട്സപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ് API ഉപയോഗിച്ച് എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും ഒരു D2C ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. അതിൽ ഇന്ന് ഏതൊരു D2C ബ്രാൻഡും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് വളരെ കൂടുതലാണെന്നുള്ളത്. കസ്റ്റമർ അക്വിസിഷൻ കോസ്റ്റ് കൂടാനുള്ള കാരണം നിങ്ങൾ പ്രോപ്പറായിട്ട് ശരിക്ക് അത് ആഡുകൾ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അതിൻ്റെ വേ ഓഫ് ഡൂയിങ് ആഡ്സ് ശരിയല്ല എന്നുള്ളതാണ്. പലരും ചെയ്യുന്നത് എന്താണ്, ഒരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഒരു മെറ്റ ആഡ് ക്രിയേറ്റ് ചെയ്ത് അത് വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോയി ആ വെബ്സൈറ്റിൽ പർച്ചേസ് നടത്താവുന്ന രൂപത്തിലാണ് ചെയ്യുന്നത്. അത് ചിലപ്പം സെയിൽ ആഡായിട്ടോ അല്ലെങ്കിൽ കൺവേർഷൻ ആഡായിട്ടോ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. കൂടാതെ ഇത് മാത്രം ചെയ്താൽ പോരാ, നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ റീടാർഗറ്റിംഗ് ആഡുകളും ചെയ്യേണ്ടതാണ്. കാരണം ഒരു കസ്റ്റമറെ സംബന്ധിച്ച് അയാൾ ആ ഒരു സമയത്ത് ചിലപ്പം ബിസിയായി ഇരുന്നാലും, അല്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ച് ആ ഒരു കസ്റ്റമർ നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും വീണ്ടും അയാൾ പർച്ചേസ് ചെയ്തില്ലെങ്കിൽ അയാളെ ടാർഗറ്റ് ചെയ്യണം. കാരണം അയാളുമായിട്ട് നമ്മൾ കുറച്ച് കമ്മ്യൂണിക്കേഷൻ നടത്തി എന്നതിൻ്റെ മേലെ പുതിയൊരു കസ്റ്റമർ തേടി പോകുന്നതിലും നല്ലത് അതാണ്. അപ്പോൾ അതിന് റീടാർഗറ്റിംഗ് ആഡുകൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. പിന്നെ ബ്രാൻഡ് റെക്കഗ്നീഷൻ ഇല്ലാത്തത് കാരണം നമ്മൾ ഒരു സെയിൽ ആഡായിട്ടോ അല്ലെങ്കിൽ ഒരു D2C ബ്രാൻഡ് ആയതുകൊണ്ടോ ആളുകൾ വാങ്ങണം എന്നില്ല. നമ്മുടെ ബ്രാൻഡിനെ എങ്ങനെ ആളുകൾക്ക് എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു അവയർനെസ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചൊരു അവയർനെസ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കാര്യങ്ങൾ എളുപ്പമാവും. കൂടാതെ വരുന്നതാണ് കോമ്പറ്റീഷനും പിന്നെ സാച്ചുറേഷൻ. അതായത് ഈ ഒരു ഫീൽഡ് വളരെ കോമ്പറ്റീഷൻ നിറഞ്ഞ തന്നെയാണ്. പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ള ബ്രാൻഡുകളുമായിട്ടും അതുപോലെ ഇതിൻ്റെ ഓൾറെഡി നിലവിലുള്ള ചാനലുകളുമായിട്ടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്തത്. ഇപ്പോൾ സെയിം പ്രൊഡക്റ്റ് തന്നെ ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ, ഹൈപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് നമ്മളിൽ നിന്ന് വാങ്ങണം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഒരു USP എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ കോമ്പറ്റീഷൻ നിന്ന് വ്യത്യസ്തമായിട്ട് നമുക്ക് എങ്ങനെ നിൽക്കാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കുക. പിന്നെ കസ്റ്റമർ ട്രസ്റ്റ് ആൻഡ് റിവ്യൂസ്. ഈ ഒരു D2C ബ്രാൻഡിൽ നമുക്ക് റിവ്യൂസിനും അതുപോലെ കസ്റ്റമർ ട്രസ്റ്റിനും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഒരു കസ്റ്റമർ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെല്ലാം ചെയ്തിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് കറക്റ്റ് നോളജ് കൊടുത്തിട്ടുണ്ടോ, അതിൻ്റെ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറിച്ച്, അല്ലെങ്കിൽ ബിഹൈൻഡ് ദ സീൻസ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ടീം ആരൊക്കെയാണ്, ഈ ടീമിൽ എന്തൊക്കെയാണ് ഈ ഒരു കമ്പനിയുടെ വിഷനും അതിൻ്റെ മിഷനും തുടങ്ങിയ കുറേ കാര്യങ്ങൾ നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടി ആവശ്യമാണ്. അതിൻ്റെ കൂടെ തന്നെ നിലവിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചവരെ അവരുടെ റിവ്യൂസും ഫീഡ്ബാക്സും നിർബന്ധമായിട്ടും നമ്മൾ ഷോക്കേസ് ചെയ്യപ്പെടണം. പിന്നെ ചാനൽ ഡൈവേഴ്സിഫിക്കേഷൻ. ഇപ്പോൾ ഒരു ചാനലിൽ മാത്രം പോരാ, ഒരു പ്ലാറ്റ്ഫോമിൽ മാത്രം പോരാ, പലവിധ പ്ലാറ്റ്ഫോമുകളിൽ നമ്മൾ അവൈലബിൾ ആയിരിക്കുക തന്നെ വേണം. സാധാരണ നമ്മളൊരു വെബ്സൈറ്റ് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ നമ്മൾ ലിസ്റ്റ് ചെയ്യുന്നു. പക്ഷെ ഇതിൻ്റെ അപ്പുറം നമുക്ക് ഉപയോഗിക്കാവുന്നതായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഉണ്ട്. ഇപ്പോൾ ഞാൻ ഈ അടുത്ത കാലത്തൊരു ആഡ് കണ്ടതാണ്. അവർക്ക് അതിൻ്റെ ഒരു പ്രോസസ്സിൽ ഡയറക്റ്റ് വെബ്സൈറ്റിലേക്ക് ആ ഒരു ലിങ്ക് കൊണ്ടുപോകുന്നതിന് പകരം അവർ എന്താണ് ചെയ്യുന്നത്, നേരെ വാട്സപ്പിലേക്ക് കൊണ്ടുവന്ന് പിന്നെ അവിടുന്ന് വെബ്സൈറ്റിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യുന്നവരുടെ ഡീറ്റെയിൽസ് നമുക്ക് കിട്ടില്ല. അവര് വിസിറ്റ് ചെയ്ത് എന്തുകൊണ്ട് പുറത്തു പോയി എന്നുള്ളത് നമുക്ക് കിട്ടും. നമ്മൾ വാട്സപ്പിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും വെബ്സൈറ്റിലേക്ക് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു യൂസറെ അല്ലെങ്കിൽ ആ ഒരു പ്രോസ്പെക്റ്റിന്റെ വാട്സപ്പ് നമ്പർ നമുക്ക് കിട്ടി. പിന്നെ അയാൾ പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിലും നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അദ്ദേഹത്തിന് അതുമായിട്ടുള്ള അപ്ഡേഷൻസ് കൊടുക്കാം. പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് വീണ്ടും പർച്ചേസ് ചെയ്യിക്കാനുള്ള അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെസ്സേജുകൾ നമുക്ക് കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്കൊരു ഡാറ്റ മാക്സിമം അക്വയർ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് D2C ബ്രാൻഡ്സിനെ സംബന്ധിച്ച്. പിന്നെ കസ്റ്റമർ സർവീസ് നന്നായിരിക്കുക, ആഫ്റ്റർ സെയിൽ സർവീസ്, അതുപോലെ റിട്ടേൺസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക, അവർ അതിനുള്ള സപ്പോർട്ടുകൾ കൊടുക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ ആളുകൾ നമ്മളെ കുറിച്ചുള്ള റിവ്യൂസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വളരെ മോശപ്പെട്ട രീതിയിലായിരിക്കും. അത് മറ്റുള്ള കസ്റ്റമേഴ്സിന്റെ ഇടയിൽ നമ്മുടെ ഗുഡ് വില്ലിനെ ബാധിക്കുകയും തീർച്ചയായിട്ടും നമ്മുടെ സെയിലിനെയും ബാധിക്കും. കൂടാതെ ഇതിനൊക്കെ പുറമെയുള്ള കുറേ സംഭവങ്ങളുണ്ട് കോമൺ പ്രോബ്ലംസ് ആയിട്ട്. അതിലാണ് കറക്റ്റ് സമയത്ത് റിപ്ലൈ കൊടുക്കാൻ പറ്റായിരിക്കുക, ഫോളോ അപ്പ് ചെയ്യാൻ പറ്റായിരിക്കുക. പിന്നെ പേയ്മെന്റ്. ഇപ്പോൾ ഒരു D2C ബ്രാൻഡ്സിനൊക്കെ സംബന്ധിച്ച് നമുക്ക് പേയ്മെന്റ് പല മോഡുകൾ അവൈലബിൾ ആയിട്ട് വേണ്ടി വരും. അപ്പോൾ പലരും ഇപ്പോൾ നമ്മൾ ഈ ഒരു പേയ്മെന്റിനൊപ്പം തന്നെ ക്യാഷ് ഓൺ ഡെലിവറി എല്ലാം കൊടുക്കും. അപ്പോൾ ഈ ക്യാഷ് ഓൺ ഡെലിവറി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ല. ആ ഒരു സംഭവം നിങ്ങൾ ഒരു ക്യാഷ് ഓൺ ഡെലിവറിയുടെ ഓപ്ഷൻ കൊടുത്ത് അതൊരു കൺഫർമേഷൻ രൂപത്തിൽ വാട്സപ്പിലൂടെ കൊണ്ടുപോവുകയാണെങ്കിൽ
നിങ്ങൾക്ക് കുറെ ക്യാഷ് ഓൺ ഡെലിവറികൾ എന്ത് ചെയ്യാൻ പറ്റും, അഡ്വാൻസ് പേയ്മെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം ഈ ഒരു ക്യാഷ് ഓൺ ഡെലിവറി എടുക്കുന്നത് ആളുകൾക്ക് നിങ്ങളുടെ മുകളിൽ ഒരു ട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്കാണെങ്കിലോ നമ്മളെ സംബന്ധിച്ച് അഡ്വാൻസ് കാശ് കിട്ടുകയാണെങ്കിൽ വളരെ നല്ലതാവുകയും ചെയ്യും. അപ്പോൾ അവിടെ ഒരു ചെക്ക് പോയിന്റ് ഇട്ട് കൊടുക്കുക, നിങ്ങളുടെ ക്യാഷ് ഓൺ ഡെലിവറി കൺഫേം ആണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അത് വാട്സപ്പിലൂടെ പോകുന്ന രൂപത്തിൽ ചെയ്യാൻ നമുക്ക് വളരെ ഈസി ആയിട്ട് പറ്റും. എന്നിട്ട് പിന്നെ ഫർദർ പ്രൊസീഡ് ചെയ്യാം ആ ഒരു കൺഫർമേഷന് ശേഷം. അപ്പോൾ ആ ഒരു കൺഫർമേഷൻ വരുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മെസ്സേജുകൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ, ചെറിയൊരു ഡിസ്കൗണ്ട് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയില് നമുക്ക് എന്ത് ചെയ്യാം, ക്യാഷ് ഓൺ ഡെലിവറി അല്ലാതെ അഡ്വാൻസ്ഡ് ആയിട്ട് തന്നെ നമുക്ക് അവർ പേ ചെയ്യുന്ന രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ പേയ്മെന്റ് അഡ്വാൻസായി കിട്ടുന്ന രൂപത്തിൽ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വാട്സപ്പിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാം. ഒരു വാട്സപ്പ് ബിസിനസ് API നമ്പർ വേണം, ഇത് കുറച്ച് കാര്യത്തിൽ ഓട്ടോമേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെല്ലാം പുറമെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒരു ചാറ്റ് ബോട്ടും അതുപോലെ ഒപ്റ്റിൻ മെസ്സേജിങ് ഓപ്ഷനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് അവർക്ക് നമ്മുടെ മെസ്സേജ് ആവശ്യമുണ്ടോ ഇല്ലേ എന്ന രൂപത്തിൽ നമ്മളൊരു ഒപ്റ്റിൻ മെസ്സേജിങ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണ് ഇത്. പിന്നെ അതിന് പുറമെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റുള്ള സൊല്യൂഷൻസ് എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് ബ്രാൻഡിങ് ചെയ്യാം. അതുപോലെ എന്തെല്ലാം അപ്ഡേറ്റുകൾ വരുന്നുണ്ടോ, അതുപോലെ പ്രൊമോഷൻസ്, ബിഹൈൻഡ് ദ സീൻസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കണ്ടന്റ് രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിയൻസുമായിട്ട് ഷെയർ ചെയ്യാം. ഇത് വളരെ വേണ്ട ഒരു സംഗതിയാണ്. ഒരു പ്രൊഡക്റ്റിന്, ഇപ്പോൾ ഒരു ഫുഡ് പ്രൊഡക്റ്റ് ഒക്കെ ആണെങ്കിൽ അതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നുണ്ട്, അത് നിങ്ങളൊരു സീക്രട്ട് ആയിരിക്കാം. ആ ഒരു സീക്രട്ട് ഫോർമുല പറയണം എന്നല്ല പറഞ്ഞത്, പക്ഷെ അതിന്റെ ഒരു ക്വാളിറ്റി, ആ ഒരു പ്രൊഡക്റ്റിന്റെ ഒരു ഹൈജീനിറ്റി, നിങ്ങളുടെ ഒരു പ്രിമൈസസിന്റെ ഒരു ഹൈജീനിക് കണ്ടീഷൻസ്, ആളുകളുടെ നിങ്ങളുടെ സ്റ്റാഫ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ അതിൻ്റെമായി ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ടുള്ള അപ്ഡേറ്റുകൾ, മെഷീൻസുമായിട്ടുള്ള അപ്ഡേറ്റുകൾ, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ആളുകളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെ അത്യാവശ്യമാണ്. ഇത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ ആവശ്യമുണ്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കാര്യമുണ്ടോ എന്നൊക്കെ ആലോചിക്കും. നിങ്ങൾ പല ബ്രാൻഡുകൾ അല്ലെങ്കിൽ ചെറുകിടമായിട്ടുള്ള പലതും എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ അവരൊന്നും ഒരു ട്രേഡ് മാർക്കോ അല്ലെങ്കിൽ മറ്റുള്ളത് പോലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ അവരൊക്കെ ചെയ്യുന്ന ബിസിനസിന്റെ ഒരു വോളിയം എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും. നമുക്ക് തന്നെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ പല യൂട്യൂബർമാരും അല്ലെങ്കിൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന കുറെ പ്രൊഡക്റ്റിന്റെ ഒക്കെ കാണാൻ പറ്റും. സപ്പോസ് ഞാൻ മുമ്പൊരു വീഡിയോയിൽ കണ്ടിരുന്നത് അമ്മാമ്മയുടെ കൊച്ചുമോൻ എന്ന് പറഞ്ഞിട്ടൊരു അച്ചാർ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ. അവിടെ എന്താണ് ചെയ്യുന്നത്, അവര് A to Z മുതലുള്ള കാര്യങ്ങൾ വീഡിയോയിലൂടെ കാണിക്കുന്നു. ഓർഡർ ഓൺ ദ സ്പോട്ടിൽ അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ട് ഓർഡർ അവർക്ക് ഫുള്ളി റെഡിയാണ്. നമ്മൾ സാധാരണ പോലെ പ്രൊഡക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ ഓർഡർ തേടി അല്ലെങ്കിൽ മാർക്കറ്റ് ചെയ്ത് പോകേണ്ട കാര്യമില്ല. എല്ലാ അപ്ഡേറ്റുകളും ഇതിലൂടെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് D2C ബ്രാൻഡ്സ് വിജയിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ യൂസർ ഡാറ്റ ലിവറേജ് ചെയ്യുക. നമ്മളെ എല്ലാവർക്കും ബ്രാൻഡിന് അത്യാവശ്യമുള്ള കാര്യമാണ് യൂസേഴ്സിന്റെ ഡാറ്റ എന്ന് പറയുന്നത്. അതിനാണ് നമ്മൾ വാട്സപ്പ് കറക്റ്റ് ഉപയോഗിക്കണം, വാട്സപ്പ് നമ്പർ കീപ്പ് ചെയ്യണം, ഡാറ്റ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നത്. നിങ്ങൾ എവിടുന്നെങ്കിലും കുറച്ച് ഡാറ്റ എടുത്ത് വന്നുകൊണ്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം യൂസർ ഡാറ്റ ലിവറേജ് ചെയ്യുക. പിന്നെ റെലവൻറ്റും ആൻഡ് എൻഗേജിങ്ങും ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ യൂസേഴ്സുമായിട്ട് നടത്തുക. അതുപോലെ ഓർഡർ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കൊടുക്കുക, അവരുടെ ഷിപ്പിംഗ് അപ്ഡേറ്റ്സുകൾ, ഡെലിവറി നോട്ടിഫിക്കേഷൻ, ഇതെല്ലാം വാട്സപ്പിലൂടെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ കോമ്പറ്റീഷനും സാച്ചുറേഷനും എഗെയിൻസ്റ്റ് ആയിട്ട് വാട്സപ്പിലൂടെ തന്നെ നിങ്ങൾ അപ്ഡേറ്റുകൾ മാക്സിമം സബ്സ്ക്രൈബേഴ്സുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ യൂസേഴ്സുമായിട്ട് ഷെയർ ചെയ്യുക. ഇനി വാട്സപ്പിലൂടെ നിങ്ങളൊരു ചാനൽ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഓഫറും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. കൂടാതെ നിങ്ങൾക്ക് പുതിയ പ്രൊഡക്റ്റുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ മറ്റൊക്കെ വാട്സപ്പിലൂടെ ഇൻറ്റിമേറ്റ് ചെയ്യാം. അപ്പോൾ ആളുകൾ കൂടുതൽ ഓപ്പൺ ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. ആ ഒരു സമയത്ത് തന്നെ അവർക്ക് ആക്ഷൻ എടുക്കാവുന്ന രൂപത്തിലുള്ള മെസ്സേജുകൾ കൊടുത്ത് അപ്പോൾ തന്നെ അവർക്ക് അതിനനുസരിച്ചുള്ള ഓഫറുകളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത് ഇങ്ങനെ കൊണ്ടുപോയാൽ നമുക്ക് D2C ബ്രാൻഡ് വളരെ ഈസി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഞാൻ പറഞ്ഞു തന്നെയാണ്, അതായത് ഒരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ ഏർലി ആക്സസ് അല്ലെങ്കിൽ നമ്മൾ പറയും ഏർലി ബേർഡ് ഓഫർ എന്നൊക്കെ പറയും. അതൊക്കെ വാട്സപ്പിലൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ കസ്റ്റമർ ട്രസ്റ്റും ഫീഡ്ബാക്കും വാട്സപ്പിലൂടെ നമുക്ക് കിട്ടുന്ന രൂപത്തിൽ ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് അവരുടെ റിവ്യൂസിനും മറ്റുള്ള കാര്യങ്ങൾ പ്രോംപ്റ്റ് ആയിട്ട് റിപ്ലൈ ചെയ്യുന്ന രൂപങ്ങളൊക്കെ ചെയ്തെടുക്കുക. മൾട്ടി ചാനൽ ഇന്റഗ്രേഷൻ, അതായത് പലരും ഒറ്റ ചാനലായിരിക്കും ആക്റ്റീവ് ആയിരിക്കുക. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, മൾട്ടി ചാനൽ. ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് ഒരു വെബ്സൈറ്റ് മാത്രമാണെങ്കിൽ നിങ്ങൾ മറ്റ് ആമസോൺ, ഫ്ലിപ്കാർട്ട് അതുപോലുള്ള പ്ലാറ്റ്ഫോമുകളും പ്ലസ് നമ്മൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അതിന്റെ കൂടെ വാട്സപ്പ് ബിസിനസ്സും ഇതെല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുന്ന രൂപത്തിലാക്കിയെടുക്കുക. അതുപോലെ ഇന്ന് ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ D2C ബ്രാൻഡ് റൺ ചെയ്യുന്നവരെല്ലാം ചെയ്യാതെ അല്ലെങ്കിൽ അവഗണിച്ചു പോകുന്ന ഒരു സംഭവമാണ് അബാൻഡൻ കാർട്ട് എന്നൊരു സംഭവമുണ്ട്. അതായത് നമ്മുടെ ഇ-കൊമേഴ്സ് അല്ലെങ്കിൽ വെബ്സൈറ്റിൽ മറ്റുള്ള ആളുകൾ പേയ്മെന്റ് നൽകുന്നത് വരെ എത്തിയിട്ട് പിന്നെ അവിടുന്ന് അവർ ആ കാർട്ട്
ഒഴിവാക്കി പോകുന്ന സംഭവം. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് എന്താ വെച്ചാൽ നമുക്ക് ഒരു ആള് നമ്മുടെ ഷോപ്പിൽ വന്ന് പേയ്മെന്റ് നമ്മുടെ ടേബിളിൽ വരെ വെച്ച് ഇനി അത് എടുത്തിട്ട് നമുക്ക് ആ ഡ്രോയറിലേക്ക് ഇടേ വേണ്ടുള്ളൂ. അപ്പോഴേക്കും അദ്ദേഹം പിന്മാറി പോകുന്നൊരു കാഴ്ച. അതിനെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ ഒരു അബാൻഡൻ കാർട്ട് അങ്ങനെ നടക്കുമ്പോൾ അതൊരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ അവരെ വീണ്ടും ഫോളോ അപ്പ് ചെയ്യുന്ന രൂപത്തിലൊക്കെ ചെയ്യാൻ ഇന്ന് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് പറ്റും. ഇത് ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നില്ല. അപ്പോൾ അവർക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ഓഫറുകളോ മറ്റോ കൊടുത്തിട്ട് അവർ വീണ്ടും നമ്മളിലേക്ക് കൊണ്ടുവരാം. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ചിലവ് കുറക്കാൻ വേണ്ടി പറ്റുക. ഒരു ഇ-കൊമേഴ്സ് സൈറ്റ് ഉണ്ടാക്കി വെക്കുന്നു, പിന്നെ അങ്ങോട്ട് ഓർഡർ വരുമ്പോൾ മാത്രമാണ് നമ്മൾ തിരിഞ്ഞു നോക്കുന്നത്. അല്ല ഉണ്ടെങ്കിൽ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നൊന്നും നോക്കുന്നില്ല. നമ്മൾ ആമസോണിനെ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു കാർട്ട് ഒഴിവാക്കി പോന്നു കഴിഞ്ഞാൽ അവരിന്ന് വരുന്ന മെസ്സേജുകളും മറ്റൊക്കെ ശ്രദ്ധിച്ചിട്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും കോപ്പി ചെയ്ത് അതുപോലെയെങ്കിലും നമ്മൾ വർക്ക് ചെയ്യാം. പിന്നെ റിട്ടേൺസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പ്രോപ്പറായിട്ട് റെസ്പോൺസ് കൊടുക്കുക, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു കൊടുക്കുന്ന രൂപത്തിലാവുക. അതുപോലെ വാല്യുബിൾ കണ്ടന്റ് വാട്സപ്പിലൂടെ ഷെയർ ചെയ്യാം. വെറുതെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി നിൽക്കരുത്. കാരണം കൂടുതൽ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ശല്യമായിട്ട് തോന്നുകയും അവർ ബ്ലോക്ക് ചെയ്ത് പോവുകയും ചെയ്യും. അപ്പോൾ അതൊരു ഫ്രീക്വൻസി വെച്ചിട്ട് ഇപ്പോൾ ഒരു വീക്കിലി ഒരു തവണയോ അല്ലെങ്കിൽ 2 തവണയോ മാക്സിമം ചെയ്യാവുന്ന രൂപത്തിൽ ആ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് അതിനനുസരിച്ച് പ്ലാനുകൾ ഉണ്ടാക്കി അതിനുള്ള സ്ട്രാറ്റജികൾ ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യാം. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഹെൽപ്പ് ചെയ്യും. താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഈ കാര്യങ്ങളാണ് D2C ബ്രാൻഡ്സിനെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ടതും അതുപോലെ നമ്മൾ ചെയ്യേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ ഡയറക്റ്റ് കസ്റ്റമർ ആണ്, കസ്റ്റമറെ മാക്സിമം ടേക്ക് കെയർ ചെയ്യണം. നമ്മളാണ് പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും പിന്നെ അതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അത് കുറെ ഇടനിലക്കാരുണ്ടായിരുന്നു, ഹോൾസെയിലർ, റീറ്റെയിലർ തുടങ്ങിയ കുറെ ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മാക്സിമം കസ്റ്റമർ ടേക്ക് കെയർ ചെയ്യുക, ഡാറ്റ മെയിൻറ്റെയിൻ ചെയ്യുക, മാക്സിമം കസ്റ്റമർ ഡാറ്റ കീപ്പ് ചെയ്യുക, പിന്നെ എല്ലാ പ്ലാറ്റ്ഫോമുകളിലും ആക്റ്റീവ് ആയിരിക്കുക. എനിവേ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.